today we will discuss the concept transportation problem. Transportation problem is a special case of linear programming problem in which the objective is to transport a single homogeneous commodity from various sources to different destinations in such a way that the total transportation cost is minimum. This is the definition of transportation problem. Transportation problem is a special case of linear programming problem in which the objective is to transport a single homogeneous commodity from various sources to different destinations in such a way that the total transportation cost is minimum. To achieve this objective, we must know the following things. First one, we must know the amount of quantities available at each of its sources. We must know the requirement at each of its destination. In addition to this, we must know the cost of transporting one unit from various sources to various destination. So, ഇത് ഉപയോഗിച്ച് നമ്മളൊരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. നമുക്ക് കേരളത്തിൽ ഒരു പ്രമുഖ കാർ കമ്പനിയുടെ കാർ നിർമ്മാണ യൂണിറ്റുകൾ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടുമുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് വിചാരിക്കുക. ഒരു പ്രമുഖ കാർ കമ്പനിയുടെ കാർ മാനുഫാക്ചറിങ് യൂണിറ്റ്സുകൾ തിരുവനന്തപുരത്തും ഉണ്ട്, എറണാകുളത്തും ഉണ്ട്, കോഴിക്കോടും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെൻറ്റേഴ്സിൽ നമുക്ക് വിളിക്കുന്ന സോഴ്സസ്ന്നോ ഒറിജിൻസ്ന്നോ പ്ലാൻ ലൊക്കേഷൻസ്ന്നോ സപ്ലൈ സെൻറ്റേഴ്സിനൊക്കെ നമുക്ക് ഈ സെൻറ്റേഴ്സിന് നമുക്ക് പേര് വിളിക്കാം. അപ്പോൾ ഇന്ന് അടുത്ത പ്രോബ്ലം മുതൽ നമുക്കിതിനെ സോഴ്സസ്ന്നോ ഒറിജിൻസ്ന്നൊക്കെ നമ്മൾ വിളിക്കുകയുള്ളൂ. ഇനി നോക്കുക, തിരുവനന്തപുരം ഒരു സോഴ്സാണ്, കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. എറണാകുളത്ത് കൊണ്ടൊരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ്, അതിനെ നമ്മൾ സോഴ്സ് 2 എന്ന് വിളിക്കും. സോഴ്സ് 3 എന്ന് പറയുന്നത് കാലിക്കട്ടുള്ള കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. ഇനി തിരുവനന്തപുരം കാർ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത പർട്ടിക്കുലർ പീരീഡിൽ മാക്സിമം 500 കാറുകളെ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ. അതിനുള്ള സംവിധാനമേ ആ ഒരു ലൊക്കേഷനിൽ ഉള്ളൂ. അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ 1000 കാറുകൾ വരെ നിർമ്മിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ 300 കാറുകൾ വരെ നിർമ്മിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സംവിധാനമുണ്ട്. അപ്പോൾ 500, 1000, 300 എന്നൊക്കെ പറയുന്നത് ഇനി മുതൽ നമ്മൾ അതിനെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ദി ഫസ്റ്റ് സോഴ്സ് അല്ലെങ്കിൽ അവൈലബിലിറ്റി അറ്റ് ദി ഫസ്റ്റ് സോഴ്സ്, സപ്ലൈ അറ്റ് ദി ഫസ്റ്റ് സോഴ്സ് എന്നൊക്കെയാണ് വിളിക്കുക. ഈ 1000 എന്ന് പറയുന്നത് എറണാകുളം പ്ലാന്റിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ പ്ലാന്റിലെ അവൈലബിലിറ്റിയാണ്, അല്ലെങ്കിൽ ആ സെൻട്രലിൽ നിന്ന് ആ യൂണിറ്റിൽ നിന്ന് ടോട്ടലായിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് 1000 എന്ന് പറയുന്നത്. സിമിലർലി 300 യൂണിറ്റ്സ് കാലിക്കട്ട് എന്ന് പറയുന്ന കാർ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഒരു വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത പീരീഡിൽ 300 കാറുകൾ വരെ നമുക്ക് നിർമ്മിക്കാനുള്ള സംവിധാനമുള്ളൂ. അതുകൊണ്ട് ഈ 300 അതിനെ കപ്പാസിറ്റി എന്നോ അവൈലബിലിറ്റി എന്നോ സപ്ലൈ എന്ന് വിളിക്കാം. സോ 500, 1000, 300 ഒക്കെ ഇനി മുതൽ അവൈലബിലിറ്റീസ് എന്ന പേരിലാണ് അറിയപ്പെടുക. അവൈലബിലിറ്റി അറ്റ് ദി ഫസ്റ്റ് സോഴ്സ്, സെക്കൻഡ് സോഴ്സ്, തേർഡ് സോഴ്സ് ആൻഡ് സോ ഓൺ. ഇനി നമുക്ക് നോക്കുക, തിരുവനന്തപുരത്ത് നിന്ന് 500 കാറുകൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നിർമ്മിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ചെലവഴിക്കണം. അപ്പോൾ അതിന് ഈ കാർ മാനുഫാക്ചറിങ് ഈ പ്രമുഖ കാർ കമ്പനിക്ക് കേരളത്തിൽ പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ അതിനെ ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെ വിളിക്കാം. ഡെസ്റ്റിനേഷൻസ്, പാലായിൽ ഒരു ഷോറൂം ഉണ്ട്, തൊടുപുഴയിലുണ്ട് ഒരു ഷോറൂം, ആലപ്പുഴയിലുണ്ട് ഒരു ഷോറൂം, തൃശ്ശൂരുണ്ട് മറ്റൊരു ഷോറൂം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് മാനുഫാക്ചറിങ് നടത്തുന്ന കാറുകളെ പാലാ ഷോറൂമിലേക്കും തൊടുപുഴ ഷോറൂമിലേക്കും ആലപ്പുഴ ഷോറൂമിലേക്കും തൃശ്ശൂർ ഷോറൂമിലേക്കും ഒക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു പ്ലാൻ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. എറണാകുളത്ത് നിർമ്മിക്കുന്ന കാറുകളെ വിവിധ ഷോറൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പാലാ ഷോറൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, തൊടുപുഴ ഷോറൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആലപ്പുഴ, തൃശ്ശൂർ ഷോറൂമിലേക്ക് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കോഴിക്കോട് നിർമ്മിക്കുന്ന കാറുകളെയും അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പാലാ ഷോറൂമോ തൊടുപുഴ ഷോറൂമോ ആലപ്പുഴ ഷോറൂമോ തൃശ്ശൂർ ഷോറൂമിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതുകൊണ്ട് ആ പാലാ, തൊടുപുഴ, ആലപ്പുഴ, തൃശ്ശൂർ എന്ന് പറയുന്ന സെൻറ്റേഴ്സിനെ നമ്മൾ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് എന്നുള്ള പേരിലാണ് ഇനി മുതൽ നമ്മൾ വിളിക്കുക. ഇപ്പം ഇവിടെ ഒരു 300, 600, 700, 200 എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പാലാ ഷോറൂമിൽ മാക്സിമം കാറുകൾക്കുള്ള റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നൊക്കെയാണ് ഈ 300 ഉദ്ദേശിക്കുന്നത്. പാലാ ഷോറൂമിലെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 300 ആണ്. അവിടെ 500 കാറുകൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടാകുകയില്ല, 200 കാറുകൾക്ക് പോരാ.
പോരായ്മയാണ്. അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 300 ആണ്. അതുപോലെ തന്നെ തൊടുപുഴ ഷോറൂമിൻ്റെ റിക്വയർമെൻറ്റ് 600 ആണ്, അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 600 ആണ്. ആലപ്പുഴ ഷോറൂമിൻ്റെ റിക്വയർമെൻറ്റ് 700 ആണ്. തൃശ്ശൂർ ഷോറൂമിൻ്റെ റിക്വയർമെൻറ്റ് 200 ആണ്. അപ്പോൾ ഈ 300, 600, 700, 200 എല്ലാം ഇനി മുതൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിമാൻഡ്സ് എന്നാണ് പേരിൽ അറിയപ്പെടുക. അപ്പോൾ ഇവിടെ 300, 600, 700, 200 എല്ലാം ഞാൻ സൂചിപ്പിച്ചല്ലോ, അതെല്ലാം റിക്വയർമെൻറ്റ്സുകളാണ് അല്ലെങ്കിൽ ഡിമാൻഡ്സുകളാണ്. Therefore, what is the total demand? Total demand is equal to 300 plus 600 plus 700 plus 200 is 1800 അല്ലേ? ടോട്ടൽ ഡിമാൻഡ് ഈസ് 1800. അതുപോലെ തന്നെ ടോട്ടൽ അവൈലബിലിറ്റി എത്രയാണ്? ടോട്ടൽ അവൈലബിലിറ്റി 500 ആദ്യത്തെ സോഴ്സിലെ ആദ്യത്തെ പ്ലാന്റിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കാറുകളുടെ എണ്ണമാണ് 500. സെക്കൻഡ് സോഴ്സിലെ അവൈലബിലിറ്റി 1000 ആണ്. തേർഡ് സോഴ്സിലെ അവൈലബിലിറ്റി 300 ആണ്. സോ ടോട്ടൽ അവൈലബിലിറ്റി ഈസ് ഈക്വൽ ടു or total supply is equal to 500 plus 1000 plus 300, that is equal to 800. So here total availability is equal to total requirement. In that case we can say that the problem is a balanced transportation problem. So what is the definition of a balanced transportation problem? If total supply is equal to total demand, then the transportation problem is called a balanced transportation problem. Otherwise the problem is called an unbalanced transportation problem. എപ്പോഴാണ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആവുക? ടോട്ടൽ അവൈലബിലിറ്റിയും ടോട്ടൽ ഡിമാൻഡും അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റിയും ടോട്ടൽ റിക്വയർമെൻറ്റും അല്ലെങ്കിൽ ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് ആകുന്ന കേസുകളിൽ മാത്രമേ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ നമുക്ക് ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആകുക. ചില കേസിലാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കാം, സപ്ലൈയേക്കാൾ കൂടുതലാണ് ഡിമാൻഡ്, തിരിച്ചുമാകാം. അങ്ങനെയുള്ള കേസിൽ ഇത് ടോട്ടൽ സപ്ലൈ ഇസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് ആകുന്ന കേസിൽ ദ പ്രോബ്ലം ഈസ് കോൾഡ് അൻ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചെറിയ നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 2, 4, 7, 1, 5, 3, 4, 6 അങ്ങനെയുള്ള ചെറിയ നമ്പേഴ്സ് ഓരോ സെല്ലിൻ്റെയും ലോവർ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ്? നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിന്ന് പാലയിലേക്ക് ഒരു യൂണിറ്റ് കാറ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് ആണ്. സോ 2 meaning, what is the meaning of 2? The cost of transporting 1 unit from the source Trivandrum to the source Pala. ഒരു യൂണിറ്റ്, ഒരു കാറ് തിരുവനന്തപുരത്ത് നിന്ന് പാലാ ഷോറൂമിലേക്ക് എത്തിക്കുന്നതിന് ചെലവാകുന്ന ഒരു തുകയാണ് ₹2000 എന്നോ അല്ലെങ്കിൽ 20,000 എന്നാണെങ്കിലും വിളിക്കാം. കോസ്റ്റ് ₹2 എന്നോ $2 എന്ന് വേണമെങ്കിലും വിളിക്കാം. അതുപോലെ തന്നെ 4 എന്ന് പറയുന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു യൂണിറ്റ് തൊടുപുഴ ഷോറൂമിലേക്ക് എത്തിക്കുന്നതിനുള്ള ചെലവാണ്. 4 rupees എന്നോ അല്ലെങ്കിൽ 4,000 എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു യൂണിറ്റ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ചെലവാകുന്ന തുകയാണ് 7. തിരുവനന്തപുരം ഷോറൂം പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്ന് ഒരു യൂണിറ്റ് തൃശ്ശൂർ ഷോറൂമിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചെലവാണ് 1. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് എന്താണ്? 3 എന്ന് പറയുന്നത് എറണാകുളം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് തൊടുപുഴ ഷോറൂമിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ചെലവാണ്. 6 എന്ന് പറയുന്നതോ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവാണ് 6. കോഴിക്കോട് നിന്ന് ആലപ്പുഴയിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ചെലവാണ് 4 units. അപ്പോൾ ഈ ചെറിയ നമ്പേഴ്സ് ഒക്കെ അറിയാമല്ലോ. സോ 3 means the cost of transporting 1 unit from the source Ernakulam to the destination Todupuzha, which is displayed on the lower right corner. 4 means the cost of transporting 1 unit from the showroom, from the source Calicut to the destination or to the showroom Alappuzha, which is displayed on the lower right side. So these are the cost. ഇനി നമുക്കൊരു യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്താണ്? ഈ തിരുവനന്തപുരത്ത് നിന്ന് പാലയിലേക്ക് എത്ര യൂണിറ്റ്സ് കാറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയിലേക്കും ആലപ്പുഴയിലേക്കും തൃശ്ശൂരിലേക്കും ഒക്കെ എത്ര കാറുകൾ വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് പാലയിലേക്കും തൊടുപുഴയിലേക്കും ആലപ്പുഴയിലേക്കും തൃശ്ശൂരിലേക്കും ഒക്കെ എത്ര യൂണിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? കോഴിക്കോട് നിന്ന്
പാല, തൊടുപുഴ, ആലപ്പുഴ, തൃശ്ശൂർ എന്നീ ഷോറൂമുകളിലേക്ക് എത്ര യൂണിറ്റ്സുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലാണ് നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആവുക. സോ ദ ആക്ച്വൽ പ്രോബ്ലം ഈസ് ടു ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം വേരിയസ് സോഴ്സസ് ടു ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻ in such a way that the total transportation cost is minimum. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏറ്റവും മിനിമം ആകുന്ന വിധത്തിൽ വിവിധ സോഴ്സുകളിൽ നിന്ന് വിവിധ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്ലോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മാർഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഒരു ചെറിയ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് നമുക്കൊരു 400 യൂണിറ്റ്സ് അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് പാലാ ഷോറൂമിലേക്ക് ഒരു 400 യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണം. അത് സാധ്യമാണോ? നമ്മുടെ ലോജിക്കിനനുസരിച്ച് നോക്കി, തിരുവനന്തപുരം കാർ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പരമാവധി കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് 500 ആണ്. ഇപ്പൊ 500 നിന്ന് ഒരു 400 കാറ് പാലാക്ക് വിടുന്നതിനകത്ത് യാതൊരുവിധ കുഴപ്പവുമില്ല. 500 യൂണിറ്റുകൾ വരെ തിരുവനന്തപുരം പ്ലാന്റിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഇപ്പം തിരുവനന്തപുരം പ്ലാന്റിൽ നിന്ന് 500 കാറുകൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് പാലായിലേക്ക് 400 കാറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. പക്ഷേ പാലായിലെ റിക്വയർമെന്റ് നോക്കിയേ, പാലായിലെ റിക്വയർമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഡിമാൻഡ് എത്രയാണ്? 300 ഉള്ളൂ. പാലായിലെ റിക്വയർമെന്റ് 300 ആയിരിക്കും. അവിടെ ഒരു 400 കാറുകൾ കൊണ്ടുപോയി വയ്ക്കുന്നതിനകത്ത് ഒരു ലോജിക്കില്ല, അവിടെ അതിന്റെ ആവശ്യവുമില്ല. അപ്പൊ ഇവിടെ ഒരു 400 യൂണിറ്റ്സ് കൊണ്ടുപോയി വയ്ക്കേണ്ട ആവശ്യമില്ല. അത് കാരണം അവരുടെ ഡിമാൻഡ് 300 ഉള്ളൂ. ഇവിടെ നോക്കിയേ, പാലായിൽ പിന്നെ എത്ര വേണം? വേണമെങ്കിൽ 200 കാറുകൾ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പാലായിൽ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് 200 കാറുകൾ വേണമെങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കാം. അങ്ങനെയാണ് നോക്കിയാൽ തിരുവനന്തപുരത്ത് നിന്ന് പരമാവധി അവൈലബിലിറ്റി 500 ആണ്. അതിൽ നിന്ന് 200 അങ്ങോട്ടേക്ക് അലോക്കേറ്റ് ചെയ്തു. പാലായ ഷോറൂമിലെ ഡിമാൻഡ് 300 ആണ്. അതിൽ 200 പാലായിൽ തന്നെ നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഇനി എറണാകുളത്ത് നിന്ന് വേണമെങ്കിൽ പാലായിലേക്ക് വേറെ കുറച്ച് യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാം. കോഴിക്കോട് നിന്നും പാലായിലേക്ക് വേണമെങ്കിൽ കുറച്ച് യൂണിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നോക്കിയേ, എറണാകുളത്ത് നിന്ന് പാലായിലേക്ക് ഒരു 50 യൂണിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് തടസ്സമുണ്ടോ? എറണാകുളം പ്ലാന്റിലെ കപ്പാസിറ്റി എത്രയാണ്? 1000. ഈ 1000-ൽ നിന്ന് ഒരു 50 യൂണിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനകത്ത് യാതൊരുവിധ തടസ്സവുമില്ല, നമുക്ക് ചെയ്യാം. പാലായിലെ റിക്വയർമെന്റ് എത്രയാണ്? 300 ആണ്. തിരുവനന്തപുരത്ത് നിന്ന് 200-ഉം എറണാകുളത്ത് നിന്ന് 50 കൂടെ കൂട്ടി 250 ആകുകയുള്ളൂ. 300 വരെ ആകാം. അതുപോലെ തന്നെ കാലിക്കട്ട് നിന്ന് വേണമെങ്കിൽ വീണ്ടും ഒരു 50 കൊണ്ടുവരാം. 50 കൊണ്ടുവരാം. കാലിക്കട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി 300 ആണ്. അതിൽ നിന്ന് ഒരു 50 യൂണിറ്റ് പാലാ ഷോറൂമിലേക്ക് കൊടുക്കാം. പാലായിലെ റിക്വയർമെന്റ് ശരിയാണെന്ന് നോക്കിക്കേ. 200 തിരുവനന്തപുരത്ത് നിന്നും, 50 എറണാകുളത്ത് നിന്നും, 50 കാലിക്കട്ട് നിന്നുമായി. ഇപ്പൊ 200 പ്ലസ് 50 പ്ലസ് 50 300. ഇപ്പം പാലാ ഷോറൂമിലെ 300 ഡിമാൻഡ് 300 ആയിരുന്നു. ആ 300-ഉം നമ്മൾ പല സോഴ്സുകളിൽ നിന്നായിട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കുക, നമുക്ക് തൊടുപുഴ ഷോറൂം, ആലപ്പുഴ ഷോറൂം, തൃശ്ശൂർ ഷോറൂമുകളൊക്കെ ഉണ്ട്. തൊടുപുഴ ഷോറൂമിലേക്ക് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. എത്രയാണ് പറ്റുക? 600 യൂണിറ്റ്സ് ആണ് ഡിമാൻഡ് തൊടുപുഴ ഷോറൂമിൽ. 600 യൂണിറ്റ്സ്. അപ്പൊ എങ്ങനെയാ അത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇവിടെ 600 ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? 600 പറ്റിയല്ല. കാരണം തിരുവനന്തപുരം പ്ലാന്റിലെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 ആണ്. ആ 500-ൽ ഓൾറെഡി 200 പാലാ ഷോറൂമിലേക്ക് കൊണ്ടുപോയി. ബാക്കി അവിടെ 300 ഉള്ളൂ. ഈ 300-ൽ നിന്ന് വേണം തൊടുപുഴ, ആലപ്പുഴ, തൃശ്ശൂർ ഷോറൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 600 പറ്റത്തില്ല. പിന്നെ എത്രയാ പറ്റുക? നമുക്ക് വേണമെങ്കിൽ ഒരു പരമാവധി ഒരു 300 കൊടുത്തേക്കാം. 300 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അവശേഷിക്കുന്ന 300 ഉള്ളൂ. 600-ലെ 300 യൂണിറ്റ്സ് തൊടുപുഴയ്ക്ക് പോയി. ഇവിടെ ഇത് തീർന്നു. കാരണം പാലായിലേക്ക് 200-ഉം തൊടുപുഴയിലേക്ക് 300-ഉം ആയി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇനി തിരുവനന്തപുരം പ്ലാന്റിൽ നിന്ന് ആലപ്പുഴയിലേക്കും തൃശ്ശൂരിലേക്കും വല്ലതും കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റിയല്ല. അങ്ങോട്ടേക്ക് 0 അലോക്കേഷൻ. ഓക്കെ. ഇതുപോലെ നമുക്ക് ഈ ടേബിൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. വിവിധ സോഴ്സുകളിൽ നിന്ന് വിവിധ ഡെസ്റ്റിനേഷനിലേക്ക് എത്രമാത്രം യൂണിറ്റുകൾ കൊണ്ടുപോയാലാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആകുക എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമ്മളവിടെ സൂചിപ്പിച്ചായിരുന്നല്ലോ, ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചായിരുന്നല്ലോ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇൻ വിച്ച് ദ ഒബ്ജക്റ്റീവ് is to transport a single homogeneous commodity from different sources to different destination in such a way that the total transportation cost is minimum. ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. 2 എന്താണെന്നാ പറഞ്ഞത്? 2 is the cost of transporting 1 unit from Trivandrum to Pala, from the source S1 to the destination D1, first destination.
ആദ്യത്തെ പ്ലാന്റിൽ നിന്ന് ആദ്യത്തെ ഷോറൂമിലേക്ക് ഒരു കാറ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവാണ് 2. അങ്ങനെയാണെങ്കിൽ 200 കാറുകൾ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 200 × 2 ആണ്. ഒരു കാറ് തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് എത്തിക്കാനുള്ള ചെലവാണ് 2 എങ്കിൽ 200 കാറുകൾ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവാണ് 200 × 2 അല്ലേ? ഇനി നോക്കിയേ, തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയിലേക്ക് ഒരു കാറ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ് 4 ആണ് എങ്കിൽ 300 കാറുകൾ തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയിലേക്ക് കൊണ്ടുവരണം. എത്ര ചെലവാകും? 300 × 4 പ്ലസ് ഇനി എന്താണ്, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഒരു കാറ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവാണ് 7 എങ്കിൽ 0 കാറുകൾ ട്രിവാൻഡ്രം ടു ആലപ്പുഴ കൊണ്ടുവരണം. എത്രയായിരിക്കും ടോട്ടൽ കോസ്റ്റ്? ദാറ്റ് ഈസ് 0 × 7 പ്ലസ് നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കാം. ഇപ്പൊ ഇങ്ങനെ കിട്ടുന്ന ആൻസർ ആണ് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നതാണ് എത്രമാത്രം കാറുകൾ അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻറ്റു ഒരു കാറ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന തുക. അതുപോലെ തന്നെ ഓരോ സെല്ലിലെയും അമൗണ്ടുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു മിനിമൈസ് ദിസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആകുന്ന രീതിയിൽ ഇതെങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദി മോസ്റ്റ് ജനറൽ ഫോം ഓഫ് എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. സോ കൺസിഡർ ദിസ് ടേബിൾ. Suppose we have m sources S1, S2, S3, etc. Sm. m സോഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. S1, S2, S3, etc. Sm. കഴിഞ്ഞ പ്രവർത്തനത്തിൽ നമ്മൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ടേംസ് കൊടുത്തിരിക്കുന്നു. സോഴ്സസ് S1, S2, S3, etc. Sm. And A1 is the availability at the first source. A2 is the availability at the second source, etc. Am is the availability at the mth source. So A1, A2, A3, etc. Am are the availabilities. AIs are availabilities at the sources. Now നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഷോറൂംസുകൾ ഉണ്ട്, ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഡെസ്റ്റിനേഷൻ നമ്മൾ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ D1 ആണ്. D1, D2, etc. DN. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, സെക്കൻഡ് ഡെസ്റ്റിനേഷൻ, എക്സെട്ര എൻഡ് ഡെസ്റ്റിനേഷൻ. ഇനി ഡെസ്റ്റിനേഷൻ, ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ആണ് B1. B2 ഈസ് ദി റിക്വയർമെന്റ് ഓർ ഡിമാൻഡ് അറ്റ് ഡെസ്റ്റിനേഷൻ D2, എക്സെട്ര. BN ഈസ് ദി റിക്വയർമെന്റ് അറ്റ് ദ എൻഡ് ഡെസ്റ്റിനേഷൻ. സോ BJs എന്ന് പറയുന്നത് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഡിമാൻഡ്സ് ആണ്. ഇനി അടുത്തത് നോക്കിക്കേ, നമുക്ക് C11 എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം പറയാം. സോ വാട്ട് ഈസ് B1 + B2 + etc. + BN? B1 + B2 + etc. + BN എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ്സുകളുടെ സമ്മാണ് അല്ലെങ്കിൽ ഡിമാൻഡുകളുടെ സമ്മാണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് ആണ്. സോ ടോട്ടൽ ഡിമാൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ B1 + B2 + etc. + BN. അത് നമുക്ക് ചുരുക്കി എഴുതാം യൂസിങ് സിഗ്മ നൊട്ടേഷൻ. ടോട്ടൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സിഗ്മ. J is varying from 1 to n Bj. So total demand is denoted by sigma J is equal to 1 to n Bij. ഇനി അടുത്തത് നോക്കിക്കേ, നമ്മുടെ അവൈലബിലിറ്റീസ് നോക്കുക. A1 is the availability at the first source, etc. AM is the availability at the mth source. So what is A1 + A2 + etc. + AM എന്ന് പറയുന്നത് അവൈലബിലിറ്റിയുടെ എല്ലാം സമ്മാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റികളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മാക്സിമം എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. സോ ടോട്ടൽ അവൈലബിലിറ്റി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു A1 + A2 + etc. + AM. A1 + A2 + etc. + AM is equal to total supply, which is expressed in sigma notation. Sigma I is varying from 1 to m AI. Sigma I represents the total supply. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എപ്പോഴാണ് ഒരു പ്രോബ്ലത്തെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുക? A transportation problem is said to be a balanced transportation problem if total supply is equal to total demands. But total supply എന്ന് പറയുന്നത് എന്താണ്? A1 + A2 + etc. AM ആണ്. That is sigma I is equal to 1 to m AI, which is equal to total demand. Total demand എത്രയാണ്?
B1 plus B2 plus etc. plus Bm or sigma Bi. So whenever this condition is satisfied, whenever total supply is equal to total demand, the problem is called a balanced transportation problem. So whenever sigma I is equal to 1 to m Ai is not equal to sigma j is equal to 1 to m Bi, the problem is not a balanced transportation problem. In that case, it is called an unbalanced transportation problem. Okay. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഈ C11, C12 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? C എന്ന് പറയുന്ന ലെറ്റർ തന്നെയുണ്ട്. ഇറ്റ് റെപ്രസെന്റ് കോസ്റ്റ്. സോ C11 ഈസ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് 1 യൂണിറ്റ് ഫ്രം ദി ഫസ്റ്റ് സോഴ്സ് ടു ദി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒരു കാറ്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഒരു കാറ് തിരുവനന്തപുരം പ്ലാന്റിൽ നിന്ന് പാലാ ഷോറൂമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവാണ്. അതൊരു നമ്പറാണ്. ഇവിടെ ആ നമ്പർ നമ്മൾ C11 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ C11 represents the cost of transporting 1 unit from source S1 to source destination to destination 1. What is C12? C12 is the cost of transporting 1 unit from S1 to D2. So what is C2n? C2n എന്ന് പറയുന്നത് എന്താണ്? It is the cost of transporting 1 unit from the second source to the nth destination. What is CM2? CM2 എന്ന് പറയുന്നത് എന്താണ്? mth സോഴ്സിൽ നിന്ന് സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവാണ്. ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് 1 യൂണിറ്റ് ഫ്രം ദി mth സോഴ്സ് ടു ദി സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. സോ ഇൻ ജനറൽ, what is Cij? Cij represents the cost of transporting 1 unit from the ith source to the jth destination. Cij represents the cost of transporting 1 unit from the ith source to the jth destination. ഇനി ചെറിയ നമ്പറുകളൊക്കെ ഞാൻ എൻ്റെ മോഡലിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. H11 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്ര യൂണിറ്റ് ഫസ്റ്റ് സോഴ്സിൽ നിന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ കേസ് ഞാനത് പറഞ്ഞതാണ്, 300 കാറുകൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ 300 ആണോ 200 ആണോ 10 ആണോ 5 ആണോ 0 ആണോ നമുക്കറിയത്തില്ല. സോ let us denote it by H11. So H11 is the number of units to be transported from the first source to the first destination. H12 means the number of units to be transported. എത്രമാത്രം യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണം ആദ്യത്തെ സോഴ്സിൽ നിന്ന് സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക്. It is denoted by H12. What is HMN? HMN എന്ന് പറയുന്നത് എന്താണ്? mth സോഴ്സിൽ നിന്ന് end ഡെസ്റ്റിനേഷനിലേക്ക് എത്രമാത്രം യൂണിറ്റ്സുകൾ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് HMN. So what is Hij? Hij means number of units to be transported from the ith source to the jth destination. Hij means the number of units to be transported from the ith source to the jth destination. അപ്പോൾ നമുക്ക് ഒരു ജനറൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ മാത്രമായിട്ടുണ്ട്. നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. H11 യൂണിറ്റ്സ് S1 നിന്ന് D1 ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. S1 നിന്ന് D2 H12 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സെട്ര. ഫസ്റ്റ് സോഴ്സിൽ നിന്ന് nth സോഴ്സിലേക്ക് നമ്മൾ H1n യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ S1 നിന്ന് എത്രമാത്രം യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും? S1 നിന്ന് മാക്സിമം A1 നമ്പേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം S1ന്റെ S1ന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ അവൈലബിലിറ്റി എന്നൊക്കെ പറയുന്നത് A1 ആണ്. ഈ A1നെയാണ് നമ്മൾ പല ഡെസ്റ്റിനേഷൻ സെന്ററുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ദി സം? H11 പ്ലസ് H12 പ്ലസ് എക്സെട്ര പ്ലസ് H1n എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫസ്റ്റ് സോഴ്സിൽ നിന്ന് വിവിധ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആകെ സം എന്ന് പറയുന്നത് A1 ആയിരിക്കണം. So H11 plus H12 plus etc plus H1n must be equal to A1. അതാണ് നമ്മൾ ഇവിടെ ആദ്യത്തെ കൺസ്ട്രെയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കൺസ്ട്രെയിന്റ് H11 plus H12 plus etc plus H1n is equal to A1. ഫസ്റ്റ് സോഴ്സിൽ നിന്ന്
വിവിധ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിന്റെ സം എന്ന് പറയുന്നത് A1 ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സോഴ്സ് എടുക്കാം, തേർഡ് സോഴ്സ് എടുക്കാം, mth സോഴ്സ് എടുക്കാം. mth സോഴ്സ് എന്താണ് പറയുന്നത്? mth സോഴ്സിന്റെ മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് AM ആണ്, AM അല്ലെങ്കിൽ ടോട്ടൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത് AM ആണ്. ഈ AM-നെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് HM1, HM2, HMN എന്ന് പറഞ്ഞാൽ mth പ്ലാന്റിൽ നിന്ന് HM1 യൂണിറ്റ്സ് D1ലേക്കും HM2 യൂണിറ്റ്സ് D2ലേക്കും HMN യൂണിറ്റ് DN-ലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദി സം? HM1 plus HM2 plus etc plus HMN which is equal to total supply from the mth source to different destination. Their sum must be equal to AM. HM1-ന്റെയും HM2-ന്റെയും etc HMN-ന്റെയും എല്ലാ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? AM കിട്ടണം. അതാണ് നമ്മുടെ ഇവിടെ mth കൺസ്ട്രെയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് etc mth കൺസ്ട്രെയിന്റ് HM1 plus HM2 plus etc plus HMN is equal to AMN. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് ചുരുക്കി എഴുതാം. ഇതിനെ റോ ഇക്വേഷൻസ് എന്നാണ് വിളിക്കുക. റോ ഇക്വേഷൻസ്. കാരണം എന്താണ്? ഫസ്റ്റ് സോഴ്സ് റെപ്രസെന്റ് ഫസ്റ്റ് റോ, സെക്കൻഡ് സോഴ്സ് റെപ്രസെന്റ് ദി സെക്കൻഡ് റോ എക്സെട്ര, mth സോഴ്സ് റെപ്രസെന്റ് ദി mth റോ. അപ്പോൾ ഓരോ റോയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ റോ ഇക്വേഷൻസ് എന്ന് വിളിക്കുക. അപ്പം തന്നെ നമുക്ക് m കൺസ്ട്രെയിൻസ് കിട്ടി. ഇവിടെ കൺസ്ട്രെയിൻസ് എല്ലാം ഈസ് ഈക്വൽ ടു ടൈപ്പ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒന്നും അല്ല. ഈ m കൺസ്ട്രെയിൻസിനെ നമുക്ക് ഒരു സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതാം. സിഗ്മ j is varying from 1 to n xij which is equal to ai where I is varying from 1 to 3 etc m. This is റോ ഇക്വേഷൻസ്. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത് എന്താണ്? കൺസിഡർ ചെയ്തത് നമ്മൾ റോ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ഒരു സോഴ്സിൽ നിന്ന് പല ഷോറൂമുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കൺസ്ട്രെയിൻസ് ആണ്. ഇനി നമുക്ക് നേരെ തിരിച്ചുള്ളത് നോക്കാം. കോളം ഇക്വേഷൻസ് നോക്കാം. ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ എടുക്കുക, D1. D1-ന്റെ റിക്വയർമെന്റ് എത്രയാണ്? B1 യൂണിറ്റ്സ് D1 ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നൊക്കെ എത്തിക്കാം? ഫസ്റ്റ് സോഴ്സിൽ നിന്ന് കുറച്ച് D1ലേക്ക് കൊണ്ടുപോകാം, സെക്കൻഡ് സോഴ്സിൽ നിന്ന് D1ലേക്ക് കുറച്ച് സപ്ലൈ ചെയ്യാം, mth സോഴ്സിൽ നിന്ന് D1ലേക്ക് നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ H11 പ്ലസ് H21 പ്ലസ് എക്സെട്ര പ്ലസ് HM1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മാക്സിമം അതിന്റെ സം എത്രയായിരിക്കണം? B1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ D1 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഫസ്റ്റ് സോഴ്സിൽ നിന്നും സെക്കൻഡ് സോഴ്സിൽ നിന്നും എക്സെട്ര mth സോഴ്സിൽ നിന്നും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് പരമാവധി എത്രയാണ്? ഇതിന്റെ സമ്മാണ് H11 പ്ലസ് H21 പ്ലസ് എക്സെട്ര പ്ലസ് HM1 which is equal to B1. അതാണ് നമ്മുടെ ഇവിടുത്തെ അടുത്ത കൺസ്ട്രെയിൻറ്റ്. H11 പ്ലസ് H21 പ്ലസ് എക്സെട്ര പ്ലസ് HM1 is equal to B1. ആദ്യത്തെ കോളം അല്ലെങ്കിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷനെ ബേസ് ചെയ്തുള്ള ഒരു കണ്ടീഷനാണ്. ഇനി നമുക്ക് ലാസ്റ്റ് കോളം നോക്കിക്കേ. എന്ത് ഡെസ്റ്റിനേഷന്റെ റിക്വയർമെന്റ് എത്രയാണ്? BN ആണ്. ഈ റിക്വയർമെന്റ് നമുക്ക് പല സോഴ്സുകളിൽ നിന്നായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാം, ഷെയർ ചെയ്ത് കൊണ്ടുവരാം. ആദ്യത്തെ സോഴ്സിൽ നിന്ന് നമുക്ക് DN-ലേക്ക് H1n യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സെക്കൻഡ് സോഴ്സിൽ നിന്ന് nth ഡെസ്റ്റിനേഷനിലേക്ക് H2n നമ്പേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. mth സോഴ്സിൽ നിന്ന് nth ഡെസ്റ്റിനേഷനിലേക്ക് HMN യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദി സം? H1n പ്ലസ് H2n പ്ലസ് എക്സെട്ര പ്ലസ് HMN is equal to total requirement at the nth destination which is equal to BN. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. H1n പ്ലസ് H2n പ്ലസ് എക്സെട്ര പ്ലസ് HMN is equal to BN. ഈ സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? കോളം ഇക്വേഷൻസ് എന്ന് വിളിക്കാം. കോളം ഇക്വേഷൻസ് ഓരോ ഡെസ്റ്റിനേഷന്റെയും റിക്വയർമെന്റിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന കൺസ്ട്രെയിൻസുകളാണ്. ഇതിനെ ഈ n ഇക്വേഷൻസിനെ നമുക്ക് ഒരു സിംഗിൾ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. സിഗ്മ I is equal to 1 to m xij is equal to bj where j is varying from 1 to 3 etc n. ഓക്കെ, ഇനി ഒരു നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? H11 H12 etc HMN. വാട്ട് ഈസ് H11 H12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ Hij എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം ദി ith സോഴ്സ് ടു ദി ഡെസ്റ്റിനേഷൻ. നമുക്കൊരു 10 കാറ് ട്രാൻസ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ Hij വാല്യൂ 10 ആണ്. ചിലപ്പോൾ നമ്മുടെ Hij വാല്യൂ 7 എന്നോ 4 എന്നോ ഇനി വേണമെങ്കിൽ 0 എന്നാകാം. എന്നാൽ ഒരു -2 യൂണിറ്റ്സ് പാലായിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ?
-2 യൂണിറ്റ്സ് പാലായിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് നിന്നോ. സാധ്യമാണോ? -2 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നിർവാഹമില്ല അല്ലേ? വേണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ള കേസിൽ HIJയുടെ വാല്യൂ 0 ആണ്. സോ HIJയുടെ മിനിമം വാല്യൂ 0 ആയിരിക്കണം. മാക്സിമം വേണമെങ്കിൽ 1, 2, 3 എത്ര വേണമെങ്കിലും ആകാം, എത്ര യൂണിറ്റ്സ് വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാം. പക്ഷേ HIJ cannot be negative. HIJ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അത് ഒരിക്കലും നെഗറ്റീവ് നമ്പർ ആകുകയല്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് H11, H12, etc. HMN is greater than or equal to 0. That is called the non-negativity restriction. ഇപ്പോൾ കൺസ്ട്രെയിൻസ് ആയി, നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് ആയി. ഇനി എന്തും കൂടി ഉണ്ട്? ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിന് 3 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. കൺസ്ട്രെയിൻസ്, നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ്, കൂടാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? Here the objective. What is the objective of a transportation problem? The objective of the transportation problem is to transport a commodity from different sources to various destinations in such a way that the total transportation cost is minimum. Transportation cost minimum ആകുന്ന വിധത്തിൽ H11, H12, etc. HMN കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആകുന്ന വിധത്തിൽ H11, H12, etc. HMN കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നുള്ളത് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും? നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഒരു യൂണിറ്റ് S1 നിന്ന് D1 ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവാണ് C11, ഒരു യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ H11 നമ്പേഴ്സ് S1 നിന്ന് D1 ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫ്രം S1 to D1? S1 നിന്ന് D1 ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന തുക മൾട്ടിപ്ലൈഡ് വിത്ത് എത്ര യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നോ അതാണ് നമുക്ക് S1 നിന്ന് D1 വേണ്ടി വരുന്ന ടോട്ടൽ ചെലവ് അല്ലേ? എന്താകും? C11 ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ആണ്. എത്ര യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്? H11 യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ C11 into H11 gives the total transportation cost from S1 to D1. ഓക്കെ, ഇനി ഇതെന്താണ് C12 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിങ് 1 യൂണിറ്റ് ഫ്രം S1 to D2. ഒരു യൂണിറ്റ് S1 നിന്ന് D2 ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവാണ് C12. പക്ഷേ S1 നിന്ന് D2 ആകെ H12 നമ്പേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. H12 നമ്പേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ H12 നമ്പേഴ്സിനും കൂടെ വേണ്ടി വരുന്ന ചെലവ് എത്രയാണ്? C12 is multiplied with H12 പ്ലസ് ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം കണ്ടുപിടിക്കാം. പ്ലസ് വാട്ട് ഈസ് CMN into HMN? വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ്? SMN നിന്ന് DN ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ആണ് CMN അല്ലേ? SMN നിന്ന് DN നമ്മൾ HMN നമ്പേഴ്സ് യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിങ് HMN യൂണിറ്റ്സ് ഫ്രം ദി nth സോഴ്സ് ടു ദി nth ഡെസ്റ്റിനേഷൻ ഈസ് CMN into HMN. So this is total transportation cost. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് C11 into H11 plus C12 into H12 plus etc. plus CMN into HMN. And this is represented by this notation: sigma I varies from 1 to m, sigma j varies from 1 to n, Cij, Hij. ഇതാണ് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതിന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് minimize Z is equal to double sigma Cij Hij subject to the constraints sigma Hij is equal to Ai, sigma Hij is equal to Bj, and Hij is greater than or equal to 0. This is transportation problem. ഒന്നുകൂടി ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കാര്യം പറയുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് 3 കമ്പോണൻസ് ഉണ്ടല്ലോ: ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ. ഇവിടെയും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ.